കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട ഒരു സുഹൃത്താണ് കമൻറ്റ് ചെയ്തത്, ഈ അടയ്ക്കാമരത്തിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടി നിൽക്കേണ്ടത് അപകടമാണ്. അപ്പോൾ ഞങ്ങളത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം ബലമുള്ളത് മുറിച്ച് ഇട്ടു. അപ്പോൾ ഞങ്ങൾക്കത് ചെളി വലിക്കാനുള്ളൊരു സൗകര്യത്തിന് ആ അടയ്ക്കാമരത്തിൻ്റെ താഴെ ഒന്ന് കെട്ടി ഇങ്ങനെ സ്ലോപ്പാക്കിയിട്ട് ഇവിടെയും കെട്ടിയിട്ടുണ്ട്. മേലെ ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇതാ ഇതുപോലെ ഇനി പടിക്കെട്ടുകൾ ബാക്കിയും കൂടെ കെട്ടണം. ഇനി ഇവിടെ കിണറിൻ്റെ ചുറ്റും കെട്ടണം. ഞങ്ങളിന്നിത് അതിൽ കുറച്ച് അടയ്ക്കാമ്പരങ്ങൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിവിടെ നിന്നിട്ട് ചെളി കോരാൻ വേണ്ടിയിട്ട് ബലമുള്ള ഒരടയ്ക്കാമരം ഇങ്ങനെ കപ്പി കിട്ടാനിട്ടു. ആ അലക് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. കിണറിന് ആഴം കൂടി, ഇനിയിപ്പോൾ ഇറങ്ങൽ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അരയ്ക്കൊരു കയറ് കെട്ടിയിട്ട് ഇനി ഇറങ്ങൽ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറ് കെട്ടി ഇറങ്ങുകയാണ്. ഒരു കല്ല് ചവിട്ട് കിട്ടി. അപ്പോൾ ഏറെ സന്തോഷമുള്ള ദിവസമാണ്. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 അടിയോളം വീതിയുണ്ട്. താഴേക്ക് വരുമ്പോൾ അത് 1.5 അടി ആവുകയാണ്. കിണറിൻ്റെ അടിയിലെത്തി. അപ്പോൾ ഇനി ബക്കറ്റ് കെട്ടി ഇറക്കിക്കോ. ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്കല്ലാന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ 3 കല്ലാണ്. ഈ 3 കല്ല് പകുതി ഇവിടേക്കുണ്ട്, പകുതി അതിൻ്റെ ഉള്ളിലേക്കാണ്, അതിൻ്റെ ഈ മണ്ണിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ പകുതി നിൽക്കും. അങ്ങനെ 3 കല്ല് കൊണ്ട് അടി മൊത്തം ഇവിടെ കവർ ചെയ്തു. അങ്ങനെ ആ 3 കല്ലിലാണ് ഈ 1.5 അടിക്ക് ഇവിടെ നിന്ന് കെട്ടി, അതും കാട്ടുകല്ല് കെട്ടി മേലേക്ക് വലിപ്പം കൂടുകയാണ്. 3 അടി. ശരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു 5.5 അടി അല്ലേ, 5.5 6 അടി, മൊത്തം 8 അടി. ഇവിടെ ഈ ഓരോ കല്ലിൻ്റെ ഇടയിൽ നിന്നും ഉറവ വലിയ ബക്കറ്റ് തന്നു. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം കേട്ടോ.
വെള്ളം മൊത്തം കോരി കഴിയുമ്പോൾ വെണ്ണക്കല്ലും വെള്ളാരം കല്ലും മാത്രമാണ് കെട്ടിയിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല. കാരണം ഈ വെള്ളം ഇറങ്ങാനുള്ള ഉറവിറങ്ങാനുള്ള ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അത് അടിഭാഗത്തുനിന്ന് ഉറവ് വരാൻ കൂടെ ശരിയായിരിക്കും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അരിഞ്ഞാണക്കെട്ട്, പിന്നെ എന്താ പറയുക ചീങ്കണ്ണിക്കെട്ട്, പിന്നെ ഉടുമ്പ് കെട്ട്, വിട്ടുപോകില്ല, അങ്ങനെ പലതരം കെട്ടുകൾ കണ്ടിട്ട് കല്ലിൻ്റെ കെട്ടാണ്. ഓരോ കല്ലിൻ്റെ ഇടയിലൂടെയും ഉറവ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴെ വെച്ച ആ 3 കല്ലുണ്ടല്ലോ അതിൻ്റെ നടുക്ക് വ്യക്തമായൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് കൂടുതൽ ഉറവ വരുന്നത്. അത് വലിയ കല്ലല്ലേ അത്? വെണ്ണക്കല്ല്. മറ്റേതോ? മറ്റേത് വെള്ളാരം കല്ല്. കാണുന്നുണ്ടല്ലേ? ഒന്നുകൂടെ കോരിയാലോ? ഒന്നുകൂടെ കോരിട്ട് നിർത്താം കേട്ടോ. മൊബൈലുണ്ട്. കൈ കൊണ്ടെത്തുവോ? അല്ല ബക്കറ്റ് തരണോ? ഇത് കണ്ടോ, ഇതാണ് കിണറിന്റെ അടിഭാഗം. ഇവിടെ ഈ കല്ലിൻ്റെ ഇടയിൽ കണ്ടോ ചെറിയൊരു കുഴിയുണ്ട്. ഈ കുഴി പെട്ടെന്ന് വെള്ളം വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കല്ലിൻ്റെ ഇടയിലൂടെ നമുക്ക് ഉറവ വരുന്നുണ്ട്. ഉറവ വരുന്നുണ്ടെങ്കിൽ കൂടെ അടിയിൽ ഉറവയും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഗ്യാപ്പ്. ഞാനത് കൂടുതൽ കാണിക്കാന്ന് ഓർത്തിട്ട് വെള്ളം കോരിയതാണ്. അപ്പോഴത്തേക്ക് ഉറവ വന്നിട്ട് വേഗം നിറയാണ്. ഇതിലൊക്കെ ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കണ്ടോ ഓരോ കല്ലിൻ്റെ ഇടയിലൂടെ ഇത് കണ്ടോ. ഇത് അളന്നിട്ട് പറയാം എത്ര മീറ്റർ ഉണ്ടെന്ന്. കണ്ടോ അടിയിലെ കല്ലുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉറവയാണ്. കണ്ടോ വേഗം നിറഞ്ഞുകൊണ്ടിരിക്കുക. ചുറ്റുവട്ടത്തും ടീഷർട്ട് തുടച്ചാൽ മതി. കയ്യല്ല ഫോണ് മൊത്തത്തിൽ ഒന്നുകൂടെ ടീഷർട്ട് തുടക്കാം. ഇവിടെ ഫുള്ള് കൈയല്ല മൊത്തം സ്ക്രീൻ മൊത്തം ടീഷർട്ട് തുടക്കണം. ടീഷർട്ട് അടിച്ച് ടീഷർട്ട് പൊക്ക്. കൂട്ടാ സന്തോഷായില്ലേ? നല്ല വെള്ളം കണ്ടില്ലേ? ചുറ്റോട് ചുറ്റുമുള്ള ഉറവ വരുന്ന കല്ലുകളും ഗ്യാപ്പും ഒക്കെ. കിണറിൻ്റെ ഉള്ളിൽ നിന്നൊരു സെൽഫിയാണ്. കണ്ടോ എന്തൊരു മനോഹരമായ കാഴ്ചയാണെന്നറിയത്. അപ്പോ ഇതിലേക്ക് വരുമ്പോൾ 3 അടിയിലേക്ക് വരികയാണ്. ഇനി കയറ് നേരെ ഞാൻ കയറാം.
ഇപ്പോഴത്തെ കിണറിനുള്ള പോലെ പടിക്കെട്ടുകളൊന്നും ഇല്ലെങ്കിലും ശരിക്കും നമുക്ക് ഇറങ്ങിയാൽ കയറാനുള്ള ആ ഒരു കൊത, അതിനുള്ള കാലിൻ്റെ അളവിനുള്ള ഓരോ കല്ല് തള്ളിച്ച് വരെ വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കിണറിൻ്റെ ഇറങ്ങുന്ന കയറൊക്കെ ചെയ്യുമ്പോൾ കെട്ട് നോക്കിക്കുക, നമ്മുടെ അരവണ്ണത്തിന് ഒന്ന് എടുത്തിട്ട് കെട്ടുക. എങ്ങാനും തെന്നിപ്പോയാലൊക്കെ അപകടം സംഭവിക്കാതിരിക്കാം. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഒരു കെട്ട് കെട്ടും. അപ്പോൾ ടൈറ്റായി പോയി. നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ നിത്യത്തൊഴിൽ അല്ലാത്തതുകൊണ്ടുള്ള ചെറിയൊരു കാര്യം. അപ്പോൾ നമ്മൾ തെന്നി വീണാലും അരയിൽ ഇങ്ങനെ നിൽക്കും, ടൈറ്റ് ആവുകയില്ല, കഷത്തിലേക്ക് പോവുകയില്ല. എന്നാൽ വലിക്കുള്ളൂ ഇല്ല കയറട്ടെ. ഇവിടെ വലിക്കുകയാണോ അപ്പുറത്തോ? ഞാൻ ഇവിടുന്ന് മാറിട്ടെന്നാ ടേപ്പ് എടുത്തതിൻ്റെ കറക്റ്റ് എത്ര ആഴമുണ്ടെന്ന് നോക്കാം. ഇത് 1.5 മീറ്റർ. കല്ല് തിന്നുന്നുണ്ട്. ഒരുപാട് റിസ്ക് അനുഭവിക്കുമ്പോഴേ നമുക്ക് പുതിയ പുതിയ നല്ല ഐഡിയാസ് വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പണി ഇതിൻ്റെ അടി കാണുക എന്നുള്ളതാണ്. അടി കണ്ട് 2.5 മീറ്റർ. ഇനി ഈ പെറുക്കി കൂട്ടിയ കല്ലുണ്ട്, ഈ കല്ല് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ ക്രോസ് അടയ്ക്കാൻ വരെ ഇട്ടിട്ട് ഇതിൻ്റെ സൈഡ് പതുക്കെ ഇച്ചിരി ചെത്തി മാറ്റി അതിലേക്ക് കല്ല് കെട്ടി കുറച്ച് പൊന്തിക്കണം. എന്നിട്ട് ഇങ്ങനെ സ്ലോ ഓഫ് ആക്കി വെക്കണം. അപ്പോൾ വെള്ളം പുറത്തുകൂടി ഒഴുകി പോകും, കിണറിൻ്റെ ഉള്ളിലേക്ക് വരികയില്ല. അപ്പോൾ നമ്മുടെ കേണിക്കിണറിൻ്റെ 90% പണിയും തീർന്നു. ഇതുപോലെ വെള്ളം നിറയും. ഇന്ന് രാവിലെ ഒന്ന് ഞങ്ങൾ ചെയ്ത പോലെ ഒന്ന് അടിച്ച് ഇറക്കിയിട്ട് കോരിക്കളയും. ഇനി ചെയ്യേണ്ടത് അടയ്ക്കാമര ഇതുപോലെ ക്രോസ് മുറിച്ചിടും, എന്നിട്ടൊരു ചാക്ക് ഇടും. എന്നിട്ട് ഈ കോരി കല്ല് ഇടിച്ച കല്ല് സൈഡിൽ വെച്ച് കെട്ടി ഇറക്കി. എന്നിട്ട് വെള്ളം തെളിയുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. ഈ JCB കൊണ്ട് ടച്ച് ചെയ്യുമ്പോഴൊന്നും പറ്റില്ല. കൺട്രോളിക്കാരുടെ വെച്ചിട്ട് ഇടിച്ചിറക്കി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴമ നഷ്ടപ്പെടുമല്ലോ. വെള്ളം ക്ലിയറായി വരും. അപ്പോൾ